ധനഹാകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് അനേകം ഇസ്രയേൽ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മോശ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അവർ രക്ഷപ്പെടുന്നതായി നാം വചനത്തിൽ കാണുന്നുണ്ട്. ഈ സംഭവം ഫരിസേയ പ്രമാണിയായ നിക്കോദേമൂസിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കർത്താവ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ. പിത്തള സർപ്പം വഴി സർപ്പദംശനമേറ്റവരെ ദൈവം രക്ഷിച്ചതുപോലെ തന്റെ പീഡാനുഭവവും കുരിശുമരണവും വഴി അവൻ മനുഷ്യകുലത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന വെളിപ്പെടുത്തലിലൂടെ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ അളവ് എത്രമാത്രമെന്ന് യേശു വെളിപ്പെടുത്തി തരികയാണ്. ഈ വചനഭാഗം നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, നമ്മുടെ നോട്ടം കുരിശിലേക്കായിരിക്കണം എന്ന വലിയൊരു ചിന്ത ഈ വചനഭാഗം നൽകുന്നുണ്ട്. പരിഭവങ്ങളും പരാതികളുമായി ഈ ലോകം മുഴുവൻ നടക്കുമ്പോൾ നോക്കുവാൻ മറന്നുപോകുന്ന ഇടമായി പലപ്പോഴും കുരിശ് മാറാറില്ലേ? ഊർജം മുഴുവൻ ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ ചിലവഴിച്ച് അവസാനം ഒന്നും അവശേഷിക്കാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ, ചില ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കുവാൻ ഏറിയ സമയം അവർക്കായി വ്യയം ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ വരുമ്പോൾ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ രാപ്പകൽ പണിയെടുത്തിട്ടും അവസാനം ഒന്നും അവശേഷിക്കാത്ത സാഹചര്യങ്ങളിൽ, മക്കൾക്കു വേണ്ടി ജീവിതം മുഴുവൻ എരിഞ്ഞു തീർത്തിട്ടും അവർ വഴിതെറ്റിപ്പോകുമ്പോൾ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്നവരാണ് നമ്മിൽ ഏറിയ പങ്കും. ഉത്തരമില്ലാത്ത ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്നത്തെ വചനം നമുക്ക് ആശ്വാസം പകരുന്നുണ്ട്. ക്രിസ്തുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് വചനവും ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസും പൗലോസും വിശുദ്ധരുമെല്ലാം ക്രിസ്തുവിനെ നോക്കി പ്രകാശിതരായവരാണ്. പിത്തള സർപ്പത്തെ നോക്കിയവർക്ക് സൗഖ്യം ലഭിച്ചതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സമാധാനവും സന്തോഷവും സൗഖ്യവും നിറയുവാൻ നാം നോക്കേണ്ടത് കുരിശിലേക്കാണ്. ചുറ്റുമുള്ള വ്യക്തികളിലും സാഹചര്യങ്ങളിലും കണ്ണുകൾ ഉടക്കാതെ ക്രിസ്തുവിൽ നമ്മുടെ മിഴികൾ ഉറപ്പിക്കുവാനായാൽ ഏതൊരു പ്രതിസന്ധിയെയും ധൈര്യപൂർവ്വം നേരിടുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. സ്വപുത്രനെ പോലും നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക. സ്നേഹിക്കുക എന്നാൽ നൽകുക, പങ്കുവയ്ക്കുക എന്നതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 100 പ്രാവശ്യം ഒരു വ്യക്തിയോട് പറയുമ്പോഴല്ല, മറിച്ച് നമ്മുടെ സ്നേഹം അവർക്ക് അനുഭവിക്കാനാകുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമായി തീരുന്നത്. അതുകൊണ്ടാണല്ലോ നാം സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും സമ്മാനങ്ങളുമൊക്കെ നാം നൽകുന്നത്. ഇന്നത്തെ വചനഭാഗത്ത് പുത്രനെ നൽകി ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ അവൻ നമ്മോടും ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ അവൻ വീണ്ടും ചോദിക്കും, നീ സ്നേഹിക്കുന്നവർക്കു വേണ്ടി നീ നിന്റെ സമയവും ആരോഗ്യവുമെല്ലാം വ്യയം ചെയ്യുന്നത് പോലെ എനിക്ക് നീ എന്താണ് നൽകിയിട്ടുള്ളത്? ആത്മശോധന ചെയ്താൽ ഹൃദയം തകർക്കുന്ന ചോദ്യമാണത്. നാം സ്നേഹിക്കുന്നവർക്കു വേണ്ടി എന്തും ചെയ്യുവാൻ ഒരുപക്ഷെ നാം തയ്യാറായേക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിനു വേണ്ടി പ്രിയപ്പെട്ടത് എന്തെങ്കിലും നൽകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? വിലപ്പെട്ടതായി നാം കരുതുന്ന നമ്മുടെ സമയവും കഴിവും സമ്പത്തുമെല്ലാം അല്പമെങ്കിലും അവനായി മാറ്റിവെക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായി, ദൈവം ലോകത്തിലേക്ക് കടന്നു വന്നത് ശിക്ഷിക്കുവാനല്ല, മറിച്ച് രക്ഷിക്കുവാനാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭീതിയോടെയോ ആകുലതകളോടെയോ അല്ല ദൈവത്തെ സമീപിക്കേണ്ടതെന്നും, മറിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്വീകരിക്കുന്നവരുമാകണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമ ജനതയുടെ ചിന്താഗതികളെ സമൂലം തിരുത്തിക്കൊണ്ട്
ശിക്ഷിക്കുന്ന ദൈവസങ്കല്പത്തിനു പകരം രക്ഷിക്കുന്ന ദൈവത്തെയാണ് യോഹന്നാൻ അവതരിപ്പിക്കുക. ഭയപ്പാടിൻ്റെയും പേടിയുടെയും തീരാക്കയങ്ങളിലേക്ക് മനുഷ്യരെ തള്ളിയിടുന്നവരാകാതെ രക്ഷിക്കുവാനായി കാത്തിരിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും അകാരണമായി ദേഷ്യപ്പെടുന്നവരുമാണ് നാമെങ്കിൽ അവയ്ക്ക് മാറ്റം വരുത്തുവാനും സ്നേഹത്തോടെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് ഇടപെടുവാനും നമുക്ക് പരിശ്രമിക്കാം. നാം കണ്ടുമുട്ടുന്നവർക്കും നമ്മെ പരിചയപ്പെടുന്നവർക്കും സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതം വഴി നമുക്ക് കാണിച്ചു കൊടുക്കാം. നാലാമതായി, ഈശോയുടെ സാന്നിധ്യം, സംസാരം, സ്പർശനം വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതായി വചനത്തിലുടനീളം നാം കാണുന്നുണ്ട്. ഇന്ന് നാം ശ്രവിച്ച വചനത്തിന്റെ മുന്നോടിയായുള്ള വചനഭാഗത്ത് നിക്കോദേമൂസിനെയാണ് നാം കണ്ടുമുട്ടുക. യഹൂദ ന്യായാധിപ സംഘത്തിൽ അംഗവും ഫരിസേയ പ്രമാണിയുമായ നിക്കോദേമൂസ് ആരുമറിയാതെ രാത്രിയുടെ മറവിൽ യേശുവിൻ്റെ അടുത്ത് വരികയും ദീർഘമായ ആത്മീയ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനെ പരസ്യമായി പ്രഘോഷിക്കുവാനുള്ള മടിയോ പേടിയോ ആയിരിക്കാം അപ്രകാരം പ്രവർത്തിക്കുവാൻ ഇടയാക്കിയത്. എന്നാൽ ക്രിസ്തുവിൻ്റെ വാക്കുകളും അവനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളും വലിയ മാറ്റം നിക്കോദേമൂസിൽ വരുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ കല്ലറയിൽ സംസ്കരിക്കുന്നതായാണ് നാം കാണുക. അരിമത്തിയക്കാരൻ ജോസഫിനെ സഹായിക്കുവാൻ മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദേമൂസും അവിടെ ഉണ്ടായിരുന്നുവെന്ന് വചനം സാക്ഷിക്കുകയാണ്. വലിയൊരു മാറ്റം അവനിൽ സംഭവിക്കുന്നു. രഹസ്യമായി ക്രിസ്തുവിനെ പിൻചെന്നവൻ പരസ്യമായി അവനെ പ്രഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരായ നമ്മുടെ ജീവിതവും സംസാരവും സാന്നിധ്യവുമെല്ലാം ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകുന്നുണ്ടോ? നമ്മുടെ സഹപ്രവർത്തകർക്കും ഒപ്പം പഠിക്കുന്നവർക്കും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കും നാം കണ്ടുമുട്ടുന്നവർക്കുമെല്ലാം ദൈവിക സാന്നിധ്യമായി മാറുവാൻ നമുക്ക് ആവുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യം ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.